നിങ്ങൾ ആലോചിച്ചു നോക്കുക. കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കുചിത കള്ളികളിൽ വെച്ചിട്ടല്ല, മറിച്ച് വിശാലമായ മാനവികതയുടെ പരപ്പിൽ വെച്ചിട്ട് ഈ വിഷയങ്ങളെ പരിശോധിച്ചു നോക്കാൻ. എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ, ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഗ്രാമനഗരാന്തരങ്ങളിൽ സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥി, ഒരു പ്രതിഭ, നമ്മളിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി ഇതേപോലെ ദയാരഹിതമായ വേട്ടയാടപ്പെടൽ ഇരയാകപ്പെടുമ്പോൾ ഞാനും നിങ്ങളും ആരോടൊപ്പം നിലയുറപ്പിക്കും? നമ്മൾ ഏതു ചേരിയിൽ നിലയുറപ്പിക്കും? നമ്മൾ ഏതു പക്ഷത്ത് നിലയുറപ്പിക്കും? അന്തസ്സുള്ള മനുഷ്യൻ RSS ഉണ്ടെങ്കിൽ അത് മറ്റൊരു വിഷയമാണ്. അന്തസ്സുള്ളവരെങ്ങനെ RSS ആകും? അത് അപകടപൂർണമായ ചോദ്യമാണ്. എന്നിരുന്നാൽ പോലും RSSന് കൂടെ അപവാദമായി അന്തസ്സുള്ള ആരെങ്കിലും ഒരാളതിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറാകില്ലേ? ബാലഗോകുലം മുതൽ വനവാസി കല്യാൺ വരെ കേൾക്കുമ്പോൾ സുന്ദരമെന്നും കാണുമ്പോൾ അസാധാരണമായ നിഷ്കളങ്കതയുള്ളതെന്നും നമുക്ക് തോന്നാൻ കഴിയുന്ന 1000 പ്രച്ഛന്ന വേഷങ്ങളുണ്ട് ഇന്ത്യൻ വർഗീയതയ്ക്ക്. സാധാരണഗതിയിൽ പലവിധ ദിനാചരണങ്ങൾ ഒരു പതിറ്റാണ്ടോ 3 പതിറ്റാണ്ടോ പറയിൽ കേരളത്തിന്റെയും പൊൻകുന്നത്തിന്റെയും ഗ്രാമനഗരാന്തരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവിടെയൊന്നുമില്ലാത്ത 100 കണക്കിന് ദിനാചരണങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ വർഗീയതയ്ക്ക് കേരളത്തിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലുമുണ്ട്. ഓരോ ആഘോഷങ്ങളിലും വിഷം കലർത്തുക, ആഘോഷങ്ങളിൽ വിഷം കലർത്തി പ്രച്ഛന്ന വേഷധാരികളായി ഒരാളെയെങ്കിൽ ഒരാളെ, 10 പേരെങ്കിൽ 10 പേരെ, ബാലിക ബാലകന്മാർ മുതൽ വിദ്യാർത്ഥിനികൾ മുതൽ കൗമാരക്കാർ മുതൽ ചെറുപ്പക്കാർ മുതൽ പ്രായമെത്തിയവർ മുതൽ സമൂഹത്തിന്റെ വിവിധ ധാരകളിൽ പ്രവർത്തിക്കുന്ന ആരെയും ആകർഷിക്കാൻ പര്യാപ്തമായ 1000 പ്രച്ഛന്ന വേഷധാരികളുടെ സംഘടിത വിഷസർപ്പമാണ് ഇന്ത്യയിലെ വർഗീയത എന്ന് പറയുന്നത്. നമ്മളിൽപ്പെട്ട പലർക്കും അപകടപൂർണമായ നിഷ്കളങ്കതയുള്ളവർക്ക് തോന്നാം, ബാലഗോകുലത്തിൽ ഇന്ത്യൻ സംഘപരിവാരത്തിന്റെ ഭാഗമായി നമ്മുടെ കുഞ്ഞുങ്ങളെ അയച്ചാൽ അതിൽ തെറ്റുണ്ടോ? വിദ്യാർത്ഥി പരിഷത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾ പോയാൽ അതിൽ തെറ്റുണ്ടോ? യുവമോർച്ചയുടെ ഭാഗമായിട്ട് പോയാൽ തെറ്റുണ്ടോ? സൂര്യ നമസ്കാരം മുതൽ ശാരീരിക ആസക്തി കരുത്തോടുകൂടെ നിലനിർത്താൻ കഴിയുന്ന, ശാരീരിക ക്ഷമതയെ കരുത്തോടുകൂടെ പര്യാപ്തമാക്കാൻ പരിപാലിക്കുന്ന RSSന്റെ ശാഖയിൽ പോകുന്നതിൽ തെറ്റുണ്ടോ? അപകടപൂർണമായ ഈ ചോദ്യം പല ആളുകളും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഏതു ദശാസന്ധിയിലും ഇന്ത്യൻ ഇടതുപക്ഷം ഇതിനെ സംബന്ധിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ RSSന്റെ ഒരു ശാഖ എന്റെയോ നിങ്ങളുടെയോ വീടിരിക്കുന്ന ഗ്രാമപ്രദേശത്ത്, എന്റെയോ നിങ്ങളുടെയോ വീടിരിക്കുന്ന ബൂത്ത് പ്രദേശത്ത് ഇന്ത്യൻ വർഗീയതയുടെ ഒരു ശാഖ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വീടിന് മുമ്പിൽ ബോർഡെഴുതി വെക്കും, പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളത്. മരണം അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം നമ്മുടെ നാടിനോട് വിളിച്ചു പറയുന്നത് എന്താണ്? നമ്മുടെ ഭൂപ്രദേശങ്ങളിൽ RSSന്റെ ഒരു ശാഖയുണ്ടെങ്കിൽ ഇവിടെ RSSന്റെ ശാഖയുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ സൂക്ഷിക്കുക എന്ന് ബോർഡ് എഴുതി വെക്കേണ്ടവരുടെ അനുഭവങ്ങളിലേക്കാണ് കൊലപാതകം വിരൽ ചൂണ്ടുന്നത്.